ഇങ്ങനെ പെട്ടെന്ന് തളർച്ചയായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും അത് സ്ട്രോക്ക് ആണെന്ന്. അത് യങ് ഏജിൽ സ്ട്രോക്ക് ആകുമ്പോൾ രണ്ടു വട്ടം ചിന്തിക്കേണ്ടി വരും. ഇത് ഈ ഡീമൈലിനേറ്റിംഗ് ഡിസീസസിൽ ഏതെങ്കിലും ആണെങ്കിൽ ട്രീറ്റ്മെന്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു അറ്റാക്ക് വരുന്നു, അതൊന്ന് റെമിറ്റ് ചെയ്ത് കുറയുന്നു, പിന്നെയും ഇത് രണ്ടാമത് റിലാപ്സ് വരാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. എവിടെയെങ്കിലും ചെറിയൊരു മരവിപ്പ് പോലെ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു തളർച്ച പോലെ തോന്നുന്നു, അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ആയിട്ടും ചിലപ്പോൾ വരും. നെർവ് സംബന്ധമായ രോഗങ്ങൾ എപ്പോൾ വരും, എങ്ങനെ വരും, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളോടൊപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത് ഡോക്ടർ പാർവതി, ന്യൂറോളജിസ്റ്റ്, നിംസ് ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, ഞരമ്പ് രോഗം, അതായത് നമ്മൾ കളിയാക്കി എപ്പോഴും പറയാറുണ്ട്, അവന് ഞരമ്പ് രോഗമായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഞരമ്പ് രോഗമായിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇന്ന് എന്ത് മെസ്സേജ് ആയിരിക്കും ഡോക്ടർ പറയാനുള്ളത്, നമുക്ക് തരാനുള്ളത് എന്തായിരിക്കും? ആദ്യം തന്നെ ഇവിടെ ഈ അടുത്ത് നമുക്കൊരു കുട്ടി പേഷ്യൻ്റായിട്ട് വന്നതാണ്. ആ ഇൻസിഡൻറ്റ് വെച്ച് തന്നെ തുടങ്ങാം. 18 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. അവൾക്ക് ആദ്യം തലവേദനയായിട്ട് തുടങ്ങി. 2-3 ദിവസം തലവേദന ഉണ്ടായിരുന്നു. അടുത്തുള്ള ഏതോ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിച്ചു. അത് കഴിഞ്ഞ് കുട്ടി ഉറങ്ങാൻ കിടന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ 2 കണ്ണും കാണാൻ പറ്റുന്നില്ല. കാഴ്ചശക്തി പൂർണ്ണമായും കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ അവൾ അങ്ങനെയാണ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവർ ആ മരുന്നിൻ്റെ എഫക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നമ്മളുടെ അടുത്ത് വന്നത്. പക്ഷെ നമ്മൾ കുട്ടീനെ അഡ്മിറ്റ് ചെയ്തു. കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത് നമ്മൾ ആദ്യം എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ ആണോ എന്നുള്ളതെല്ലാം നോക്കി. അതെല്ലാം നെഗറ്റീവായിരുന്നു. കണ്ണ് ഡോക്ടറെയും കാണിച്ചു. എന്തെങ്കിലും ബ്ലഡ് വെസലിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടായ ഒരു കാഴ്ചമങ്ങലായതുകൊണ്ട് എന്തെങ്കിലും രക്തയോട്ടം കണ്ണിലോട്ടുള്ളൊന്ന് പോയിട്ടുള്ളതാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടി അതും ചെയ്തു. പക്ഷെ അതെല്ലാം നോർമലായിരുന്നു. അപ്പോൾ അതൊരു ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്തോട്ടേക്ക് റെഫർ ചെയ്യുക ചെയ്തത്. എൻ്റെ അടുത്ത് എത്തുമ്പോൾ കുട്ടിക്ക് കംപ്ലീറ്റ് ഡാർക്ക്നെസ്, ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇൻഫെക്ഷൻ എല്ലാം അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ അത് നമ്മുടെ കണ്ണിൽ നിന്നും തലച്ചോറിലോട്ട് നമ്മുടെ കാഴ്ചശക്തി കൊണ്ടുപോകുന്ന നെർവുണ്ട്, ഒപ്റ്റിക് നെർവ് എന്ന് പറയും. 2 ഒപ്റ്റിക് നെർവിന് നീര് ബാധിച്ച അവസ്ഥയിലായിരുന്നു. MRI സ്കാൻ എടുത്ത് നോക്കുമ്പോൾ 2 ഒപ്റ്റിക് നെർവിനും നീര് ബാധിച്ചത്. അപ്പോൾ അതിനെ തുടർന്നാണ് കുട്ടിക്ക് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടത്. അപ്പം അതിന് ഒപ്റ്റിക് ന്യൂറൈറ്റിസ് എന്ന് പറയും. 2 കണ്ണിനും ഒരേ സമയത്തുണ്ടായ ഒപ്റ്റിക് ന്യൂറൈറ്റിസ്. അപ്പോൾ ഇതിങ്ങനെ ഒപ്റ്റിക് ന്യൂറൈറ്റിസ് വരുന്ന 2-3 ന്യൂറോളജിക്കൽ കോസസ് ഉണ്ട്. അതിലൊന്ന് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് കേട്ടിട്ടുണ്ടാവും. രണ്ടാമത്തേത് മോഗ് ആൻറ്റിബോഡി ഡിസീസ്. മൂന്നാമത്തേത് NMOSD എന്ന് പറയും. അപ്പോൾ ഇത് ഓരോന്നും പല രീതിയിൽ ഏകദേശം ഒരേപോലത്തെ പത്തോളജിയാണ് ഇതിന് മൂന്നിനെങ്കിലും പലതരത്തിലായിരിക്കും ഇവർ പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ മൂന്നും. ഈ കുട്ടിക്ക് വന്നത് മൾട്ടിപ്പിൾ, ഈ കുട്ടിക്ക് അതിനുശേഷം ടെസ്റ്റ് 2 കണ്ണിലും ഒരേ സമയത്ത് വരുന്നത്, കുറച്ചും കൂടി യങ്ങർ ഏജ് ഗ്രൂപ്പിലും വരുന്നത് കൂടുതലും മോഗ് ആൻറ്റിബോഡി ഡിസീസിലാണ്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിൽ യൂഷ്വലി ഒരു കണ്ണിന് മാത്രം ആണ് കാഴ്ചമങ്ങലായിട്ട് വരാറുള്ളത്. 2 കണ്ണിലും വരാമെങ്കിലും കൂടുതൽ ഒരു കണ്ണിലായിട്ടായിരിക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് നോർമലി ഉണ്ടാകും. പക്ഷേ ഈ ആൻറ്റിബോഡീസ് അനാവശ്യമായി കൂടുതലായി ഉണ്ടായി നമ്മുടെ ശരീരത്തിനെ തന്നെ നശിപ്പിക്കുന്ന ഒരു അസുഖമാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 അസുഖങ്ങളും ഡീമൈലിനേറ്റിംഗ് ഡിസീസസ് ഓഫ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ബ്രെയിനിലും അതുപോലെ തന്നെ നമ്മുടെ സ്പൈനൽ കോഡിലും നെർവ്സിനും ചുറ്റുമെല്ലാം ഒരു കോട്ടിംഗ് ഉണ്ട്, മൈലിൻ ഷീത്ത് എന്ന് പറയും. ആ കോട്ടിംഗ് ആണ് ഒരു സിഗ്നൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് താഴറ്റം വരെ സ്പീഡിൽ എത്തിക്കാൻ വേണ്ടി ഈ കോട്ടിംഗ് അത്യാവശ്യമാണ്. ഈ കോട്ടിങ്ങിൻ്റെ ഇടയിൽ അവിടെ കുറച്ച് ദൂരം കോട്ടിങ്, അത് കഴിഞ്ഞൊരു ഗ്യാപ്പ്, അത് കഴിഞ്ഞ് കോട്ടിങ്, വീണ്ടും ഗ്യാപ്പ്, അങ്ങനെയാണ് കിടക്കുന്നത് നെർവിന് ചുറ്റും. അപ്പോൾ ഒരു ഗ്യാപ്പിൽ നിന്ന് അടുത്ത ഗ്യാപ്പിലേക്ക് സോൾട്ടേറ്ററി കണ്ടക്ഷൻ എന്ന് പറയും. അങ്ങനെയാകുമ്പോൾ സ്പീഡിൽ കണ്ടക്ഷൻ നടക്കും. അതുകൊണ്ടാണ് സ്പീഡിൽ സിഗ്നൽസ് എത്തുന്നത്. ഈ കോട്ടിങ് അങ്ങ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ സോൾട്ടേറ്ററി കണ്ടക്ഷൻ, അതായത് ഈ സ്പീഡിൽ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് ഞരമ്പിന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഡീമൈലിനേറ്റ്, അത് മൈലിൻ നഷ്ടപ്പെട്ടു പോകുന്ന അസുഖങ്ങളുടെ കൂട്ടത്തിലാണ് ഇത് 3ഉം വരുന്നത്. ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്. അതായത് അതിന് എന്താണ് കാരണമെന്ന് കൃത്യമായിട്ട് അറിയില്ല. ചിലപ്പോൾ അതായത് വൈറൽ ഇൻഫെക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയോ അല്ലെങ്കിൽ സ്വന്തം ആൻറ്റിജൻസിന്
എഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡീസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഈ ആൻറ്റിബോഡി ചെന്നിട്ട് ഈ നെർവിലുള്ള ചില ആൻറ്റിജൻസ് ഈ ആൻറ്റിജൻ ആണോ എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിനെതിരെ പ്രവർത്തിക്കുന്നതാണ്. അതിനാണ് മോളിക്കുലർ മിമിക്രി എന്ന് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ മൈലിൻ മുഴുവനും നശിച്ചു പോകുന്നത്. അതിപ്പോൾ എവിടെ ബ്രെയിനിൽ, ചിലപ്പോൾ ബ്രെയിനിലായിരിക്കാം, ബ്രെയിനിൽ കോട്ടിംഗ് ഉള്ള വൈറ്റ് മാറ്റർ ട്രാക്സ് എന്ന് പറയും, അവിടെയാണ് ഈ കോട്ടിംഗ് എഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡീസ് ഉണ്ടാകുന്നതെങ്കിൽ ബ്രെയിനിൽ ഉണ്ടാകുന്ന തലച്ചോറിൽ എവിടെയാണോ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന ക്ലിനിക്കൽ അതിൻ്റെ പ്രസൻറ്റേഷനായിട്ടായിരിക്കും രോഗികൾ വരുന്നത്. അതിപ്പോൾ കണ്ണിന് ചുറ്റും കണ്ണിൻ്റെ നെർവായ ഒപ്റ്റിക് നെർവിലാണ് ഈ ആൻറ്റിബോഡി ചെന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെങ്കിൽ ഒപ്റ്റിക് നെർവിൻ്റെ ഇൻഫ്ലമേഷനായിട്ട് നീർക്കെട്ടായിട്ടായിരിക്കും വരുന്നത്. അതിൻ്റെ ഫലമായിട്ട് കാഴ്ചമങ്ങൽ, കാഴ്ച കുറയുന്നത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ടായിരിക്കും. അതുപോലെ നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിലാണ് വരുന്നതെങ്കിൽ ബ്രെയിൻ സ്റ്റെമ്മിലാണ് മെയിനായിട്ട് നമ്മുടെ കണ്ണിലോട്ടുള്ള നെർവ്, കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സിനുള്ള നെർവ്, അതുപോലെ മുഖത്തേക്കുള്ള സെൻസറി സപ്ലൈ എല്ലാം തരുന്ന, നമുക്ക് സെൻസേഷൻസ് എല്ലാം തരുന്ന ട്രൈജെമിനൽ നെർവ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറേ ഞരമ്പുകളെല്ലാം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവിടെയാണ് ഈ ആൻറ്റിബോഡി ചെന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് ആയിരിക്കും. ഇനി അതല്ല നമ്മുടെ സ്പൈനൽ കോഡിലാണ് പ്രശ്നമായിട്ട് വരുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു 2 കാലും പെട്ടെന്ന് തളർന്നു പോവുകയോ, അതായത് ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ് ആയിട്ടായിരിക്കും ചിലപ്പോൾ അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. ബ്രെയിനിൽ തന്നെ ഒരു സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ സൈഡ് തളർച്ചയായിട്ട് ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യാം. ഇങ്ങനെ പല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. ഇങ്ങനെ പെട്ടെന്ന് തളർച്ചയായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും അത് സ്ട്രോക്ക് ആണെന്ന്. അത് യങ് ഏജിൽ സ്ട്രോക്ക് ആകുമ്പോൾ 2 വട്ടം ചിന്തിക്കേണ്ടി വരും. ഈ ഡീമൈലിനേറ്റിംഗ് ഡിസീസസിൽ ഏതെങ്കിലും ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സ്ട്രോക്കിന് കൊടുക്കുന്ന മരുന്നുകളൊന്നും ഇതിന് കൊടുക്കുന്നതല്ല, ഇതിന് കൊടുക്കുന്ന വേറെ തന്നെ ട്രീറ്റ്മെൻ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടി വരുന്നത് വളരെ അത്യാവശ്യമാണ്. എസ്പെഷ്യലി ഈ അസുഖത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. യങ് ഏജ് ഗ്രൂപ്പിൽ കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ ആളുകളിലാണ് ഇത് കൂടുതൽ വരുന്നത്. 18 വയസ്സേ ഉള്ളൂ. പിന്നെ ഇത് കൂടുതലും പെൺകുട്ടികളിലുമാണ് വരുന്നത്. സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. ഒരുവിധം 20 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് വരുന്നത്. അതെ, 20 വയസ്സിന് താഴെയല്ല, നമ്മുടെ ഒരു ടീനേജേഴ്സ്, യങ് അഡൾട്ട്സ്, അങ്ങനെയൊക്കെ ഉണ്ട്. മോഗ് ആന്റിബോഡി ഡിസീസ് കുറച്ചുകൂടെ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിലും കുഞ്ഞുങ്ങളിൽ വരെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതാണ് ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത. ആ ഇമ്മ്യൂണിറ്റി നല്ലതായിട്ടിരിക്കുന്ന ഒരു പ്രായത്തിലാണ് ഇത് കൂടുതലും വരുന്നത്. എന്നാൽ ഇത് ആവശ്യമില്ലാത്ത ഒരു ഇമ്മ്യൂണിറ്റിയാണ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് അല്ലേ. ഓക്കെ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. പിന്നെ ഉള്ളത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഡീമൈലിനേഷൻ, മൈലിൻ നഷ്ടപ്പെട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഇതെല്ലാം. ഇത് എവിടെ അഫക്റ്റ് ചെയ്യുന്നോ അതിൻ്റെ ഫീച്ചേഴ്സ് ആയിരിക്കും. ചില ആളുകൾക്ക് ഇത് സ്പൈനൽ കോഡിൻ്റെ അവസാനത്തിൽ നമ്മുടെ യൂറിൻ ബ്ലാഡറിലോട്ടും മോഷൻ പോകുന്ന അതിലോട്ടും ഒക്കെ നെർവ്സ് പോകുന്ന അവിടെ കോണസ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. അതിലാണ് അവിടെയും ചിലപ്പോൾ ഈ മോഗ് ആൻറ്റിബോഡി ചെന്നിട്ട് പ്രശ്നമുണ്ടാക്കുക. അങ്ങനെയുള്ളപ്പം യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരിക, മോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരിക, അങ്ങനെ പല രീതിയിൽ ഇതിൻ്റെ എവിടെയാണ് അഫക്റ്റ് ആവുന്നത്, എവിടെയാണ് ഈ അറ്റാക്ക് വരുന്നത്, അതിൻ്റെ അനുസരിച്ചുള്ള ലക്ഷണങ്ങൾ ഇവരിലുണ്ടാകും. അങ്ങനെയാണ് ഡോക്ടർ. അപ്പം ഈ ഒരു 3 തരത്തിലാണ് ഈ ഒരു ഡിസീസ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് 3 തരത്തിലാണ് വരുന്നതെങ്കിലും ട്രീറ്റ്മെന്റ് എല്ലാം സെയിം ആണ്? ട്രീറ്റ്മെന്റിലും വ്യത്യാസങ്ങളുണ്ട്. ഇത് നമ്മൾ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു അറ്റാക്ക്, ഇപ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ ഇതിൽ തന്നെ പെട്ടെന്ന് അക്യൂട്ട് അറ്റാക്ക് എന്നാണ് നമ്മൾ പറയുക. ആ അറ്റാക്ക് വരുമ്പോൾ നമ്മൾ അന്നേരം ഇതിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി ഇതിന് കൊടുക്കുന്ന കുറച്ച് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതായത് സ്റ്റിറോയിഡ്സ്, IV സ്റ്റിറോയിഡ്സ് കൊടുക്കും. അതുകൂടാതെ ഈ ആൻറ്റിബോഡിനെ ബൈൻഡ് ചെയ്ത് അതിനെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് IV ഇമ്മ്യൂണോഗ്ലോബുലിൻ, അത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഇഞ്ചെക്ഷൻസ് ആണ്. ആ ആൻറ്റിബോഡീസ് കൊടുക്കും. പിന്നെ ഈ ആൻറ്റിബോഡി നമ്മുടെ പ്ലാസ്മയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റിബോഡീസ് എല്ലാം എടുത്ത് കളഞ്ഞ് നോർമൽ പ്ലാസ്മ കയറ്റുന്ന പ്ലാസ്മ ഫെറസിസ് എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയറുണ്ട്. അതും അങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് സാധാരണയായി ചെയ്യുന്നത്. അതുകൂടാതെ ഈ രക്തത്തിൽ നിന്ന് അശുദ്ധ രക്തം, ഈ ആൻറ്റിബോഡീസ് കലർന്ന രക്തം വേർതിരിച്ച് നല്ല രക്തം കൊടുത്തു കഴിയുമ്പോൾ കുറേ ആൻറ്റിബോഡീസ് ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കുറയുകയും ചെയ്യും. ഇപ്പൊ ഈ കുട്ടിക്ക് തന്നെ നമ്മൾ ഈ ചികിത്സകളാണ് കൊടുത്തത്. ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുത്തു, പ്ലാസ്മ എക്സ്ചേഞ്ച് കൊടുത്തു. അതിനുശേഷം കുട്ടിക്ക് കാഴ്ച തിരിച്ച് ഒരു നല്ലൊരളവ് തിരികെ വന്നു. ഓക്കെ, അതായിരിക്കും നമുക്ക് എല്ലാവരും ഇപ്പോൾ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായിരിക്കും കുട്ടി തിരിച്ച് നോർമലായിട്ട് വന്നു കഴിഞ്ഞോ എന്നുള്ളത്. അപ്പോൾ ഡോക്ടറിന്റെ ഒരു പരിചരണത്തിൽ അത് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് അല്ലേ. പക്ഷേ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനിയും റിലാപ്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ അസുഖങ്ങൾ ഒരു അറ്റാക്ക് വരുന്നു, അതൊന്ന് റെമിറ്റ് ചെയ്ത് കുറയുന്നു, പിന്നെയും ഇത് രണ്ടാമത് റിലാപ്സ് വരാനുള്ള സാധ്യതയുണ്ട്.
റിലാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യം കണ്ണിനായിരുന്നു ബാധിച്ചതെങ്കിൽ ചിലപ്പോൾ ഇനി അടുത്തത് വരുന്ന മറ്റൊരു സ്ഥലത്തായിരിക്കാം. അപ്പോൾ അത് ഓരോ പ്രാവശ്യവും വന്നാലും ഇത് പൂർണ്ണമായിട്ടും ക്ലിയർ ആവില്ല. കുറച്ച് റെസിഡൽ ആയിട്ടുള്ള ഒരു അംഗവൈകല്യം അവർക്കുണ്ടാവും, ബാക്കിയായിട്ടുണ്ടാവും. അപ്പോൾ ഓരോ പ്രാവശ്യവും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചെക്ഷൻസും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ അസുഖത്തിന്റെ ഒരു ബുദ്ധിമുട്ട് അതാണ്. ഈ അംഗവൈകല്യങ്ങൾ വരുന്നതും ഇതിന് ഓരോന്നിനും കൊടുക്കുന്ന ഈ ഇഞ്ചെക്ഷൻസും മരുന്നുകളും എല്ലാം വളരെ ചെലവേറിയതുമാണ്. ഇത് മുമ്പ് അത്രത്തോളം നമുക്ക് അതിനെക്കുറിച്ച് അത്ര അറിവില്ലായിരുന്നു. ഇത് മുമ്പ് പാശ്ചാത്യ രാജ്യങ്ങളിലാണ് കൂടുതലായിട്ടുണ്ടെന്ന് കരുതപ്പെട്ടിരുന്നത്. നമ്മുടെ നാട്ടിൽ അത്രയ്ക്കില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് കാണുന്നുണ്ട്. കൂടുതലും മുമ്പ് MRI സ്കാനിങ് ഇത്രയധികം പ്രബലമായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് MRI സ്കാനിൻ്റെ സൗകര്യമെല്ലാം ഉള്ളത് കൊണ്ടായിരിക്കാം കൂടുതൽ കേസുകൾ കണ്ടുപിടിക്കപ്പെടുന്നതും അതുകൊണ്ട് നമുക്ക് കൂടുതൽ ചികിത്സിക്കാനും സാധിക്കുന്നത്. മുമ്പ് ഇത് റെക്കഗ്നൈസ് ചെയ്യാതെ പോയിട്ടുണ്ടാകാം. പിന്നെ ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു അസുഖം തന്നെയാണ്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിൽ മെയിനായിട്ടും MRIയിലാണ് ഈ ലീഷൻസ്, പ്ലാക്സ് എന്ന് പറയും. ഇത് ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ഇത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ചിലപ്പോൾ ആളുകൾക്ക് ഈ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഉണ്ടാവണമെന്നില്ല. ഈ MRI സ്കാനിൽ മാത്രം ഈ പ്ലാക്സ് കാണും. അതാണ് റേഡിയോളജിക്കലി ഐസൊലേറ്റഡ് സിൻഡ്രോം എന്ന് പറയും. അതായത് ആ സ്കാനിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുമ്പോഴായിരിക്കും സ്കാൻ എടുത്ത് നോക്കുമ്പോൾ പഴയ ഒരു ലീഷനും കാണുന്നുണ്ടാവും. അപ്പം രണ്ട് സമയത്തുണ്ട്. ഇതാണ് ഈ അസുഖത്തിന്റെ പ്രത്യേകത. പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിലായിട്ട് വരുന്നു. ഇതിന് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? കൃത്യമായിട്ടൊരു ഉത്തരവില്ല. എന്നാലും മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിൽ കുറച്ച് ജനറ്റിക്സിന്റെ, നമ്മുടെ ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുണ്ട്. കുറച്ച് എപ്സ്റ്റീൻ ബാർ വൈറസ്, ഹെർപ്പിസ് വൈറസ് അങ്ങനെയുള്ള ചില വൈറസുകൾക്കെതിരായിട്ടുള്ള ആൻറ്റിബോഡി പ്രൊഡക്ഷൻ മൂലമായിട്ടും പറയപ്പെടുന്നുണ്ട്. പിന്നെ സൂര്യപ്രകാശം എക്സ്പോഷർ കുറവായിട്ട്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരു കാരണമായിട്ട് ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് പറയുന്നുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ഡീമൈലിനേറ്റിംഗ് ഡിസീസസിൽ ഉള്ളത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, പിന്നെ മോഗ് ആൻറ്റിബോഡി ഡിസീസ്, NMOSD, ഈ മൂന്നാണ് നമ്മൾ സാധാരണ ചെക്ക് ചെയ്യുന്നത്. ഇത് മൂന്നും MRI പരിശോധന ചെയ്യണം. അതിൽ ഈ ലീഷൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. അതുകൂടാതെ നമ്മുടെ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിൽ നമ്മുടെ CSF തലച്ചോറിനും സ്പൈനൽ കോഡിനും ചുറ്റുമുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട്, CSF. ആ CSF പരിശോധനയ്ക്ക് എടുത്ത് അതിൽ ഒലിഗോക്ലോണൽ ബാൻസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക. അത് പോസിറ്റീവ് ആണെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആകാനാണ് സാധ്യത. ഇതുകൂടാതെ മറ്റു 2 അസുഖങ്ങൾക്കും സീറത്തിൽ, അതായത് നമ്മുടെ ബ്ലഡിൽ അക്വാപോറിൻ ആൻറ്റിബോഡിയും അതുപോലെ മോഗ് ആൻറ്റിബോഡി, ഈ 2 ആൻറ്റിബോഡിയും നമ്മൾ ടെസ്റ്റിന് സാധാരണ അയക്കും. ആ ആൻറ്റിബോഡീസ് ഏതെങ്കിലും പോസിറ്റീവായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഡിസീസ് കൺഫേംഡ് ആണ്. എന്ത് ലക്ഷണം വന്നാലാണ് നമ്മൾ ഒരു ന്യൂറോളജിസ്റ്റിനെ പെട്ടെന്ന് പോയി കാണേണ്ടത്? എന്തായിരിക്കും പെട്ടെന്ന് കാണിക്കുന്ന ഒരു ലക്ഷണം? ഇതിൻ്റെ ചില സമയങ്ങളിൽ ഇതിൻ്റെ സിംറ്റംസ് വേഗാണ്. ഒരു കൃത്യമായ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. എവിടെയെങ്കിലും ചെറിയ ഒരു മരവിപ്പ് പോലെ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു തളർച്ച പോലെ തോന്നുന്നു, അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ആയിട്ടും ചിലപ്പോൾ വരും. ചില സമയങ്ങളിൽ കൃത്യമായിട്ട് ഇതുപോലെ ഒപ്റ്റിക് ന്യൂറൈറ്റിസ്, കാഴ്ച മങ്ങലായിട്ടും, അതുപോലെ ഒരു സൈഡ് തളർന്നതുപോലെയും അല്ലെങ്കിൽ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നതുപോലെ, അല്ലെങ്കിൽ യൂറിൻ പോകാനും മോഷൻ പോകുന്നതിൻ്റെ പ്രശ്നങ്ങളായിട്ട് വരാം. ചിലർക്ക് ഒരു വരിഞ്ഞ് കെട്ടിയ ഒരു ഫീലിംഗ് ആയിട്ട് അങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാകാം. അങ്ങനെ പല രീതിയിൽ പല സിംറ്റംസ് ആയിട്ട് വരും. ചിലർക്ക് മുഖത്ത് മരവിച്ച പോലെ, അല്ലെങ്കിൽ ഭയങ്കര സിവിയർ പെയിൻ ആയിട്ട് വരുന്നത്. ഇതെല്ലാം ഈ ഒരു ഏജ് ഗ്രൂപ്പിലാകുമ്പോഴാണ് നമുക്കൊരു സസ്പിഷൻ വരുന്നത്, ഇതിനൊരു സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ കരുതുന്നതും. അപ്പോഴാണ് ഈ സ്കാനും എല്ലാം ചെയ്തിട്ട് അതിലെന്തെങ്കിലും കണ്ടുപിടിക്കുമ്പോഴാണ് ഡിസീസ് കൺഫേം ചെയ്യുന്നത്. ഓക്കെ. എന്നിരുന്നാലും എന്ത് രോഗം വന്നാലും, ന്യൂറോ സംബന്ധമായിട്ടുള്ള എന്ത് രോഗം വന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. ഈ ഒരു ഇൻസിഡൻറ്റ് എല്ലാവരുടെയും മനസ്സിലൊരു അഡ്വൈസ് പോലെ തന്നെ ഇരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു, അല്ലേ? ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു 18 വയസ്സായ കുട്ടിക്ക് ഉണ്ടായ കണ്ണിന് ബാധിച്ച ഒരു രോഗം, അത് ന്യൂറോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു രോഗമാണെന്നും പിന്നീട് അത് ഒരുവിധം സക്സസ് ആയി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു സക്സസ് സ്റ്റോറി തന്നെയാണ്. അപ്പോൾ ന്യൂറോ സംബന്ധമായ എന്ത് രോഗത്തിനും ന്യൂറോളജിസ്റ്റിനെ തന്നെ കാണുക. എനിവേ, അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു കണ്ടന്റുമായിട്ട് കാണാം ഡോക്ടർ. താങ്ക് യു.